Welcome everyone. Welcome to Shadow Broadcasting Free Path IAS. Okay, so last class നമ്മൾ ഫ്രാക്ഷൻ ആണ് പഠിച്ചത്. ഫ്രാക്ഷൻ്റെ ടൈപ്പും പഠിച്ചു. നമുക്ക് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഫ്രാക്ഷനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഡെസിമൽ എക്സ്പാൻഷൻ ആണ് പഠിച്ചത്. ടെർമിനേറ്റിംഗ്, നോൺ ടെർമിനേറ്റിംഗ് റെക്കറിംഗ് ആൻഡ് നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിംഗ്. സോ അതിനകത്ത് ഏതൊക്കെ ഫ്രാക്ഷൻ ആയിരുന്നു? ടെർമിനേറ്റിംഗ് ഫ്രാക്ഷൻ ആയിരുന്നു, അതുപോലെ നോൺ ടെർമിനേറ്റിംഗ് റെക്കറിംഗ് ഫ്രാക്ഷൻ ആയിരുന്നു, നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിംഗ് ഫ്രാക്ഷൻ അല്ല. അതുപോലെ അതിനുശേഷം അവസാനം നമ്മൾ നിർത്തിയത് എങ്ങനെയായിരുന്നു? ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ എടുത്തു, അതിൻ്റെ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ സെയിം നമ്പർ ആഡ് ചെയ്താൽ നമുക്കൊരു പുതിയ ഫ്രാക്ഷൻ കിട്ടും. ആ പുതിയ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ ഒറിജിനൽ ഫ്രാക്ഷനെക്കാട്ടിലും വലുതായിരിക്കും, അല്ലേ? സോ നമ്മൾ എടുത്ത എക്സാമ്പിൾ ഏതായിരുന്നു? 7/8. അതിൻ്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ 2 വെച്ച് ആഡ് ചെയ്തു, അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? 9/10 കിട്ടി. ഈ 9/10നെയും നമ്മൾ ഈ 7/8നെയും കൂടെ കമ്പയർ ചെയ്തു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 70, ഇവിടെ 872 എന്ന് കിട്ടും. അപ്പോൾ ഏതാണ് ഗ്രേറ്റർ? ദിസ് 72 പാർട്ട് ഈസ് ഗ്രേറ്റർ, അല്ലേ? വലത്തെ സൈഡാണ് ഗ്രേറ്റർ. സോ വലത്തെ സൈഡിൽ ഏതാണ് ഫ്രാക്ഷൻ? 9/10 ആണ് ഫ്രാക്ഷൻ. സോ 9/10 ഈസ് ഗ്രേറ്റർ, അല്ലേ? അതാണ് നമ്മൾ പറഞ്ഞത്. ആക്ച്വലി ഇത് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. UPSCയിൽ 2019 ക്വസ്റ്റ്യൻ ആണ് ഞാനിപ്പോൾ പഠിപ്പിച്ചത്. ക്വസ്റ്റ്യൻ നോക്കി, ഇഫ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഓഫ് എ പ്രോപ്പർ ഫ്രാക്ഷൻ are increased by the same quantity, then the resulting fraction is, numerator and denominator എന്ത് ചെയ്തു? സെയിം നമ്പർ ആഡ് ചെയ്തു. അപ്പോൾ കിട്ടിയ പുതിയ ഫ്രാക്ഷൻ നോക്കിയേ, ഓൾവേസ് ലെസ് ദാൻ ഒറിജിനൽ ഫ്രാക്ഷൻ, ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഒറിജിനൽ ഫ്രാക്ഷൻ, ഓൾവേസ് ഈക്വൽ ടു ഒറിജിനൽ ഫ്രാക്ഷൻ, സച്ച് ദാറ്റ് നത്തിങ് ക്യാൻ ബി ക്ലെയിം ഡെഫിനിറ്റ്ലി. ആൻസർ എന്താണ്? ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഒറിജിനൽ ഫ്രാക്ഷൻ, അല്ലേ? ബി. ഇപ്പം നമ്മളിവിടെ പ്രൂവ് ചെയ്തതേ ഉള്ളൂ. ഇനി ഇത് ഇംപ്രോപ്പർ ആണെന്ന് കരുതുക. ഇതിന് പ്രോപ്പറിന് പകരം ഇംപ്രോപ്പർ ആയിരുന്നെങ്കിലോ? നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എടുക്കാം. 7/5. ഞാൻ എന്ത് ചെയ്യുന്നു? ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ സെയിം നമ്പർ വെച്ച് ആഡ് ചെയ്യുന്നു. സോ 7/5 +5, ഇവിടെയും +5. ഇവിടെ എന്ത് കിട്ടും? 12/10 എന്ന് കിട്ടും. സോ ഞാൻ എഴുതി 12/10. ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 7 × 10 ആൻഡ് 12 × 5 വരും. 7 × 10 70, 12 × 5 60. ആരാണ് വലുത്? 70 ആണല്ലേ വലുത്. ദാറ്റ് മീൻസ് നമ്മുടെ ഈ നമ്പർ ഒറിജിനൽ നമ്പറാണ് വലുത്. സോ പ്രോപ്പർ ഫ്രാക്ഷനിൽ പുതിയ നമ്പർ ആയിരുന്നു ഗ്രേറ്റർ, പക്ഷേ ഈ ഇംപ്രോപ്പർ ഫ്രാക്ഷനിൽ പഴയ നമ്പർ തന്നെയായിരിക്കും ഗ്രേറ്റർ. സോ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിൽ നമ്മൾ സെയിം നമ്പർ ആഡ് ചെയ്താൽ കിട്ടുന്ന ഫ്രാക്ഷൻ ഒറിജിനലിനെക്കാട്ടിലും ചെറുതായിരിക്കും. ഓക്കെ, നേരെ അങ്ങ് തിരിയും. പ്രോപ്പറും ഇംപ്രോപ്പറും തമ്മിൽ നേരെ അങ്ങ് തിരിയുന്നു. ദാറ്റ്സ് ഇറ്റ്. പ്രോപ്പറിൽ പുതിയ ഫ്രാക്ഷൻ ഗ്രേറ്റർ ദാൻ ഒറിജിനൽ, ഇംപ്രോപ്പർ ആണെങ്കിൽ പുതിയ ഫ്രാക്ഷൻ എന്താണ്? ലെസ്സർ ആണ്, ലെസ്സർ ദാൻ ദ ഒറിജിനൽ ഫ്രാക്ഷൻ. ഓക്കെ, ഓർത്ത് വെക്കുക, UPSCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? യെസ്, ഞാൻ പറഞ്ഞു റെക്കറിംഗ് ഡെസിമൽസ്, അല്ലേ? റെക്കറിംഗ് ഡെസിമൽസ് ഫ്രാക്ഷൻ ആണെന്ന് പറഞ്ഞു. ഇനി അവരെ എങ്ങനെ ഫ്രാക്ഷൻ ആക്കും? ഞാനിപ്പോൾ 1.17, 17 എക്സെട്ര, എനിക്കിതിനെ ഫ്രാക്ഷൻ ആക്കണം. 2 മെത്തേഡാണുള്ളത്. ഫസ്റ്റ് മെത്തേഡിലേക്ക് കിടക്കാം. സോ ഈ നമ്പറിന് പകരം നമുക്ക് ആദ്യം ഒരു ഡിജിറ്റ് മാത്രം, ഞാൻ എന്ത് ചെയ്യുന്നു? 1.6666 ഇങ്ങനെ പോകുന്ന ഈ നമ്പർ എടുക്കാം. അല്ലെങ്കിൽ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? 1.6 ബാർ എന്ന് എഴുതാം, അല്ലേ? 1.6 ബാർ. ഞാൻ ഇതിനെ എങ്ങനെ ഒരു ഫ്രാക്ഷൻ ആക്കും നമുക്ക് നോക്കിയാലോ? ആദ്യം ഈ നമ്പറിനെ അങ്ങ് എക്സ് എന്ന് കൊടുക്കുക. ഈ നമ്പറിനെ ഞാൻ എക്സ് കൊടുത്തു. സോ എക്സ് ഈസ് ഈക്വൽ ടു എനിക്ക് എന്തെന്ന് എഴുതാം? 1.6668. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ആദ്യത്തെ നമ്പർ റിപ്പീറ്റ് ചെയ്യുന്ന ആദ്യത്തെ നമ്പർ ഡെസിമലിൻ്റെ ഇടത്തെ സൈഡിൽ കൊണ്ടുവരണം, ഡെസിമലിന് മുമ്പ് കൊണ്ടുവരണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ ഒരു ഡെസിമൽ ഉണ്ട്, എനിക്ക് ഒരു ഡെസിമലിനെ അപ്പുറത്തോട്ട് ഒന്ന് ചാടിക്കണം. ഡെസിമലിനെ എനിക്ക് ഒരു പ്ലേസ് അപ്പുറത്തേക്ക് മാറ്റണം. അതിന് ഞാൻ എന്ത് ചെയ്താൽ മതി? 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഡെസിമൽ എന്ത് ചെയ്യും? ഒന്ന് അങ്ങോട്ടങ്ങ് ഷിഫ്റ്റ് ആകും. സോ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? 10 വെച്ച് ഇതിനെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തു. LHSലും മൾട്ടിപ്ലൈ ചെയ്തു, റൈറ്റ് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ 10 × x എന്താവും? 10x ആകും. ഇവിടെ
16.666 എന്നാകും എൻ്റെ പുതിയ നമ്പർ. സോ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആക്ച്വലി ഒരു ഡെസിമൽ പ്ലേസ് ഇപ്പുറത്തേക്ക് അങ്ങ് ചാടുന്നു, റൈറ്റിലേക്ക് ഡെസിമൽ പോയിന്റ് ഷിഫ്റ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ നോക്കി എക്സ് 10x ഇവർ തമ്മിൽ ഇതിന് ഇക്വേഷൻ 1 എന്ന് കൊടുത്തു, ഇതിന് ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. രണ്ടും കൂടെ അങ്ങ് സബ്ട്രാക്ട് ചെയ്യുക. ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1, 10x മൈനസ് എക്സ് വരും അല്ലേ? 10x മൈനസ് എക്സ്. ഇവിടെ എന്ത് വരും? 16.6 ബാർ മൈനസ് 1.6 ബാർ. 16.6 ബാർ മൈനസ് 1.6 ബാർ. ഇവിടെ 10x മൈനസ് എക്സ്, 10ൽ നിന്ന് 1 പോയാൽ 9, 9x ഇസ് ഈക്വൽ ടു 6 ബാർ അങ്ങ് പോകും, 16ൽ നിന്ന് 1 പോകും, ദാറ്റ് ഈസ് 15. ഇനി എക്സ് വേണ്ടേ? എക്സ് ഈസ് ഈക്വൽ ടു 9 അപ്പുറത്ത് പോകണം, 9 അപ്പുറത്ത് പോകുമ്പോൾ 9 എന്താകും? ഡിവിഷൻ ആകും. സോ 9 ഡിവിഷൻ ആകുമ്പോൾ ഇറ്റ് വിൽ ബിക്കം 15/9. സോ ഈ 1.6666 എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഇറ്റ് ഈസ് 15/9. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 15/9. റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 3 വെച്ച് ക്യാൻസൽ ചെയ്യാം, 5/3 എന്ന് കിട്ടും. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 5 ഡിവൈഡഡ് ബൈ 3. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 5/3. എന്ത് കിട്ടും? 1.66666 എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? ഇതാണ് എന്ത്? ഫ്രാക്ഷനെ റാഷണൽ നമ്പർ ആക്കുന്നു. ഇനി ഇതിനൊരു എളുപ്പ മെത്തേഡ് ഉണ്ട്. എളുപ്പ മെത്തേഡ് നമുക്ക് നോക്കിയാലോ? 1.6 ബാർ എന്നാണല്ലേ ഞാൻ പറഞ്ഞത്? 1.6 ബാർ. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? 1 പ്ലസ്, ഇവിടെ ഒരു നമ്പറെ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ അല്ലേ? ആ നമ്പർ ഞാൻ എഴുതി, ഡിവൈഡഡ് ബൈ ഒരു നമ്പറെ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഒരു 9 വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്യുക. 6/9 വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, സോ ഒരു നമ്പറെ റിപ്പീറ്റ് ചെയ്യുന്നുള്ളെങ്കിൽ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം? 9 വെച്ച് ഡിവൈഡ് ചെയ്യണം. സോ എന്ത് കിട്ടും? LCM എടുക്കുമ്പം 9 പ്ലസ് 6/9 വിച്ച് ഈസ് 15/9. എന്ത് കിട്ടി? 15/9 തന്നെ കിട്ടിയില്ലേ? മുമ്പേ ചെയ്ത അതേ സാധനം. മറ്റേന്ന് പറഞ്ഞാൽ ലോങ് മെത്തേഡാണ്. അതൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല. ഒരിക്കലും ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പോയിട്ട് ഈ ലെങ്തി മെത്തേഡിലൊന്നും ആരും ആൻസർ കണ്ടുപിടിക്കില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. ലെങ്തി മെത്തേഡിൽ എന്തിനാണ് 2 മിനിറ്റിൽ ഇത് തന്നെ ചെയ്യാൻ വേണം, 2.5 മിനിറ്റ്. പിന്നെ ഓപ്ഷൻ നോക്കണ്ടേ, വെരിഫൈ ചെയ്യണ്ടേ? സോ ചിലപ്പോൾ ഓപ്ഷൻ ഈ ഫോമിലായിരിക്കും തരുന്നത് അല്ലേ? ഈ ഫോമിലായിരിക്കും, ചിലപ്പോൾ മിക്സ്ഡ് ഫ്രാക്ഷനിലായിരിക്കും ഓപ്ഷൻ തരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം അത്. ഓക്കെ, സോ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഈസി മെത്തേഡിലേക്ക് വന്നത്. 1 ആണ് ഈ നമ്പർ. 1 പ്ലസ് 6, ഒരു നമ്പർ എന്ത് ചെയ്യുന്നുള്ളൂ? റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. സോ 6 ബാർ, അതിനെ 6 ഒരു നമ്പറല്ലേ ഉള്ളൂ, ഡിവൈഡ് ബൈ 9 ചെയ്യുക. നമുക്ക് എന്ത് തന്നെ കിട്ടും? തിരിച്ച് നമുക്ക് കിട്ടേണ്ട ആൻസർ തന്നെ കിട്ടും. ഇപ്പോൾ 2 നമ്പർ ആയിരുന്നെങ്കിലോ ഞാനിപ്പോൾ ഇതിനെ മാറ്റി എന്ത് ചെയ്തു? 1.6363 എന്ന് കൊണ്ടിരിക്കുന്നു അല്ലേ? അല്ലെങ്കിൽ 1.63 ബാർ. 2 നമ്പർ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? 1 പ്ലസ് 63 ഡിവൈഡ് ബൈ 2 നമ്പറാണല്ലേ? 2 നമ്പർ ആകുമ്പോൾ ഞാൻ 99 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഒരു നമ്പർ ആണെങ്കിൽ 9, 2 നമ്പർ ആണെങ്കിൽ 99, ഇപ്പോൾ 3 നമ്പർ ആണെങ്കിൽ 999 കൊടുക്കുക. സോ ഇവിടെ LCM എടുക്കുക. LCM എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 63 ആണല്ലേ? 63. സോ എന്ത് ചെയ്യണം? ഇവിടെ 99 ആഡ് ചെയ്യുന്നത്. സോ 162 വരും. ഇതിൻ്റെ കൂടെ 100 ആഡ് ചെയ്താൽ 163 കിട്ടും അല്ലേ? 63 100 ആഡ് ചെയ്താൽ 163 കിട്ടും. പക്ഷേ നമ്മൾ 99 ആഡ് ചെയ്യുന്നുണ്ട്, അതായത് 1 കുറയ്ക്കുക. 163 ആയിരുന്നു, 1 കുറച്ചപ്പോൾ 162 ഡിവൈഡഡ് ബൈ 99. ആൻസർ എന്ത് കിട്ടും? സോ ഇതിനെ വേണമെങ്കിൽ എനിക്ക് വീണ്ടും റെഡ്യൂസ് ചെയ്യാം. കാരണം ഇതിനെ വീണ്ടും റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 9 വെച്ച് ഡിവൈഡ് ചെയ്യാം അല്ലേ? ഇതിനെ 9 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് താഴെ 11 കിട്ടും, മുകളിൽ 180 കിട്ടും. 18/11 എന്ന് എഴുതാം. ഓക്കെ, അതാണ് എന്ത്? നമ്മളൊരു റെക്കറിങ് ഡെസിമലിനെ നമുക്ക് എങ്ങനെ എന്താക്കാം? ഫ്രാക്ഷൻ ആക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്, കൺവേർട്ട് 1.5678 5678 5678. സോ നോക്കിയേ, 1.5678 5678 എക്സെട്ര. ഇവിടെ ആരാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? 5678 ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. സോ 5678 ബാർ എന്ന് എഴുതി. അതിനെ നമുക്ക് 1 പ്ലസ് 5678 ഡിവൈഡഡ് ബൈ എത്ര നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നു? 4 എണ്ണം. സോ ഡിവൈഡഡ് ബൈ 9999. സം ചെയ്യാൻ വേണ്ടി ഡിനോമിനേറ്റർ 9999 വരും. ന്യൂമറേറ്ററിൽ
ഇവിടെ 1 ചേർക്കുക. ഇത് 5 6 7 8 ആയിരുന്നു, അതിനെ 5 6 ഒന്ന് കുറച്ചിട്ട് എഴുതുക. 5 6 7 7 ആണ്. സോ ആൻസർ വിൽ ബി 15677 ബൈ, ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് ആൻസർ. 156,777 ഡിവൈഡഡ് ബൈ 9999. 4. ഇവിടെ ശ്രദ്ധിക്കണം, 2 എടുത്ത് 15677 ഉണ്ട്, 3 എടുത്തുണ്ട്. 3 എടുത്തും 15677 ആണ്. സോ ഡിനോമിനേറ്റർ വേണം ശ്രദ്ധിക്കാൻ. ഡിനോമിനേറ്ററിൽ 4 9 മാത്രമേ പാടുള്ളൂ. എത്ര 9 പാടുള്ളൂ? 4 എണ്ണമേ പാടുള്ളൂ. അത് വേണം ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനായിട്ട്. ഓക്കെ, യെസ്. നമുക്കിനി വേറെ ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. 1.43 ബാർ. 1.43 ബാർ ഇനി എങ്ങനെ എഴുതാം? 1 + 42 ഡിവൈഡഡ് ബൈ 99 എന്ന് എഴുതാം അല്ലേ. ഇനി ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിന് പകരം ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു 1 ചേർത്തു. 1 ചേർക്കാം. 42 നിന്ന് 1 കുറയ്ക്കുക. 42 1 കുറയ്ക്കുക 41. സോ 41 ഡിവൈഡഡ് ബൈ 99. 141 ബൈ 99. ഇതിനെ വേണമെങ്കിൽ എനിക്ക് വീണ്ടും റെഡ്യൂസ് ചെയ്യാം. കാരണം എനിക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. 3 വെച്ച് ഇത് 33 വരും. ആൻഡ് ദിസ് വിൽ ബിക്കം 47. സോ 47 ബൈ 33. ചിലപ്പോൾ ഈ റെഡ്യൂസ്ഡ് ഫോമിലായിരിക്കും ആൻസർ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. ചിലപ്പോൾ മിക്സ്ഡ് ഫ്രാക്ഷനിലായിരിക്കും. സോ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്ഷൻ ശ്രദ്ധിച്ച് വേണം കൊടുക്കാനായിട്ട്. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? യെസ്. സോ അതാണ് നമ്മുടെ ഏതിലുള്ളത്. ഒരു ഡെസിമൽ നമ്പറിനെ നമ്മൾ എന്താക്കുന്നു? ഒരു ഡെസിമൽ നമ്പറിനെ നമ്മൾ ഡെസിമൽ റെക്കറിങ് ഡെസിമലിനെ നമ്മൾ എന്താക്കുന്നു? നമ്മൾ ഫ്രാക്ഷൻ ആക്കുന്നു. അത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആകാം, ചില കേസിൽ പ്രോപ്പർ ഫ്രാക്ഷൻ ആകാം. പ്രോപ്പർ ഫ്രാക്ഷൻ എടുത്ത് നോക്കിയാൽ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? 0.3333 എഴുതി പോകുന്നു അല്ലേ. ഇതെന്താണ് ആക്ച്വലി? ഇതിനെ എനിക്ക് എന്തെഴുതാം? 3/9 എന്ന് എഴുതാൻ പറ്റുമോ? പറ്റും അല്ലേ. ഇതിനെനിക്ക് 3/9 എന്ന് എഴുതാം. കാരണം ദിസ് ഈസ് 0.3 ബാർ. ഇതെന്താണ്? 0.3 ബാർ ആണ്. എനിക്കിതിനെ 0 + 3 ഡിവൈഡഡ് ബൈ ഒരു നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. സോ ഐ ക്യാൻ ഡിവൈഡ് ഇറ്റ് വിത്ത് 9 അല്ലേ. സോ 3/9 അഥവാ എനിക്ക് 3/9 എനിക്ക് അല്ലെങ്കിൽ ക്യാൻ റിട്ടൺ ആസ് 1/3 അല്ലേ. ഇതാണ് എന്ത്? റെപ്രസെൻറ്റിങ് എ റെക്കറിങ് ഡെസിമൽ ഇൻ ദ ഫോം ഓഫ് ഫ്രാക്ഷൻ. ഓക്കെ, നൗ ഞാൻ പറഞ്ഞു ചിലപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്ന ഇംപ്രോപ്പർ ആയിരിക്കാം, പക്ഷേ ഓപ്ഷനിൽ മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ടാണ് തന്നിട്ടുള്ളത്. ഇനി എങ്ങനെ നമ്മളൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സ്ഡ് ആക്കും? അത് നോക്കാം. ഞാനിപ്പോൾ എന്ത് ചെയ്തു? 7 ഡിവൈഡഡ് ബൈ 4 ചെയ്തു. സോ ഇവിടെ നോക്കി, എൻ്റെ ഡിനോമിനേറ്റർ ചെറുതാണ്. സോ ഇറ്റ്സ് ആൻ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. എനിക്കിതിനെ എന്താക്കണം? മിക്സ്ഡ് ആക്കണം. ഞാൻ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. 7 ഡിവൈഡഡ് ബൈ 4. സോ എനിക്കറിയാം 4 1s are 4. എനിക്ക് എന്ത് കിട്ടി? 3 കിട്ടി. 3 എന്ന് പറയുന്നത് ഇവിടുത്തെ ഡിവൈസറിനേക്കാളും ചെറുതാണ്. ഇതെന്താണ്? ഡിവൈസർ. ഇത് ഡിവിഡൻറ്റ്, ഇത് കോഷ്യൻറ്റ്, ഇത് റിമൈൻഡർ. ഓക്കെ, സോ ഇപ്പോൾ ഞാൻ എഴുതി കഴിഞ്ഞാൽ ഇതെന്താണ്? ഡിവൈസർ. നമ്മൾ പുറത്തെഴുതുന്ന ഡിവൈസർ, അകത്തെഴുതുന്നത് ഡിവിഡൻറ്റ്. ഓക്കെ, ഇത് കോഷ്യൻറ്റ്. ഓക്കെ, ഇത് കോഷ്യൻറ്റ്. നമുക്ക് താഴെ കിട്ടുന്നത് റിമൈൻഡർ. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്. ഓക്കെ, സോ 7 കോഷ്യൻറ്റ്. സോ 7 എന്താണ്? ഡിവിഡൻറ്റ്, 4 ഡിവൈസർ, 1 കോഷ്യൻറ്റ് ആൻഡ് റിമൈൻഡർ 3. ഈ റിമൈൻഡർ ഡിവൈസറിനെക്കാട്ടിലും ചെറുതാണെങ്കിൽ ഡിവിഷൻ പ്രൊസീഡ് ചെയ്യില്ല. ഓക്കെ, സോ ഇവിടെ നോക്കിയ 3 4നേക്കാളിലും ചെറുതാണ്. സോ നമ്മൾ എന്ത് ചെയ്യത്തില്ല? ഡിവിഷൻ പ്രൊസീഡ് ചെയ്യത്തില്ല. സോ നമ്മൾ അതിന് പകരം എന്തെഴുതും? ഇതിനെ നമ്മൾ കോഷ്യൻറ്റ് പ്ലസ് റിമൈൻഡർ ബൈ ഡിവൈസർ എന്ന് എഴുതും. അങ്ങനെ എങ്ങനെ എഴുതും? കോഷ്യൻറ്റ് പ്ലസ് റിമൈൻഡർ ബൈ ഡിവൈസർ. സോ കോഷ്യൻറ്റ് എത്രയാണ്? 1 പ്ലസ് റിമൈൻഡർ 3 ഡിവൈഡഡ് ബൈ ഡിവൈസർ 4. അല്ലെങ്കിൽ ഇതിനെ 1 ചേർത്ത് എഴുതുക. 1 3/4. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനെ നമ്മൾ മിക്സ്ഡ് ആക്കുന്നത്. സോ നോർമലി ഡിവൈഡ് ചെയ്യുന്നു. എവിടെ വരെ ഡിവൈഡ് ചെയ്യണം? റിമൈൻഡർ ലെസ് ദാൻ ഡിവൈസർ വരുന്നിടം വരെ ചെയ്യണം. ഈ ഒരു കണ്ടീഷൻ വരുന്നിടം വരെ നമ്മൾ ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ ഡിവിഷൻ പ്രൊസീഡ് ചെയ്യരുത്. ചിലപ്പോൾ ഡെസിമൽ നമുക്ക് ചെയ്യാൻ പറ്റും.
പക്ഷെ ഡെസിമൽ ചെയ്യാൻ പാടില്ല. നമുക്ക് ഫ്രാക്ഷനിൽ വേണ്ടേ, ഡെസിമൽ ആക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതിനുശേഷം എന്ത് ചെയ്യണം? ആ കിട്ടിയതിനെ കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ ബൈ ഡിവൈസറിലേക്ക് എഴുതണം. കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ ബൈ ഡിവൈസർ. കോഷ്യന്റ് എത്രയാണ്? കോഷ്യന്റ് എത്രയാണ്? 1 പ്ലസ് റിമൈൻഡർ 3 ഡിവൈഡഡ് ബൈ 4. സോ 1 പ്ലസ് 3/4. ഈ പ്ലസ് ഒഴിവാക്കി ചേർത്ത് എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? 1/3/4 വിച്ച് ഈസ് എ മിക്സ്ഡ് ഫ്രാക്ഷൻ. നമുക്കൊരു എക്സാമ്പിളും കൂടെ എടുക്കാം. കുറച്ച് വലിയ നമ്പർ എടുക്കാം. 125/8. ഓക്കെ, 125നെ ഞാൻ എന്ത് ചെയ്യുന്നു? 8 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. എനിക്കറിയാം 8 1s are 8. സബ്ട്രാക്ട് ചെയ്യുക. 4, 5 താഴെ വന്നു. 45 8നേക്കാളും വലുതാണ്. സോ ഇനി 8ൻ്റെ ടേബിളിൽ പോകാം. 8 5s are 40. സബ്ട്രാക്ട് ചെയ്യുക. 5 കിട്ടി അല്ലേ? 5 കിട്ടി. 5 കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഇനി ഫർദർ പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. കാരണം 5 8നേക്കാളും ചെറുതാണ്. ഇനി എന്ത് ചെയ്യില്ല? ഡിവിഷൻ ഞാൻ ചെയ്യത്തില്ല. ഇനി ആൻസർ എന്തിൻ്റെ ഫോമാറ്റിൽ എഴുതണമെന്ന് ഞാൻ പറഞ്ഞു. ആൻസർ ഷുഡ് ബി റിട്ടൺ ഇൻ കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ ബൈ ഡിവൈസർ. കോഷ്യന്റ് 15 പ്ലസ് റിമൈൻഡർ 5 ഡിവൈഡഡ് ബൈ ഡിവൈസർ 8. അല്ലെങ്കിൽ 15 5/8 വിച്ച് ഈസ് ഈക്വൽ ടു നത്തിങ് ബട്ട് 125/8. ഓക്കെ, ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇംപ്രോപ്പർ ഫ്രാക്ഷനെ നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷനാക്കി എഴുതുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ചു എങ്ങനെ മിക്സിനെ ഇംപ്രോപ്പർ ആക്കാം. ദിസ് ഈസ് നത്തിങ് ബട്ട് ഇംപ്രോപ്പർ ടു മിക്സ്ഡ് ഫ്രാക്ഷൻ. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? യെസ്. നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് വൺ. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് നമ്മൾ റെക്കറിങ് ഡെസിമലിലേക്ക് വന്നപ്പം ഡെസിമലിന് ശേഷം വരുന്ന നമ്പേഴ്സ് എല്ലാം റിപ്പീറ്റിംഗ് ആയിരുന്നു അല്ലേ? ഇപ്പോൾ 1.5678 5678 അല്ലെങ്കിൽ 1.4343 എന്തെടുത്താലും ഇവിടെ എല്ലാം ഡെസിമലിന് ശേഷം വരുന്ന നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡെസിമലിന് ശേഷം വരുന്ന നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്ന് കരുതുക. എക്സാമ്പിൾ 2.123333 ഇങ്ങനെ പോകുന്നു. 2.123333. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഏതൊക്കെ നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നില്ല? 1 2 റിപ്പീറ്റ് ചെയ്യുന്നില്ല അല്ലേ? ഇവിടെ 1 2 റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഫ്രാക്ഷനായിട്ട് എഴുതണം. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? 2.12 പ്ലസ് 0.00333 ഇങ്ങനെ എഴുതി മാറാലോ അല്ലേ? 2.12 പ്ലസ് 0.003333 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? 2.12ന് 2 ഡെസിമൽ പ്ലേസസ് ഉണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് 212/100 എന്ന് എഴുതാം. ഓക്കെ, എങ്ങനെ എഴുതാം? 212/100. ഓക്കെ, അതുപോലെ തന്നെ ഇതിനെ ഈ 2 0 എനിക്ക് ഒഴിവാക്കി ഞാൻ ഡെസിമലിനെ ഇവിടെ കൊണ്ടുവന്നു. അതിനെനിക്ക് 0.3333 എക്സെട്ര ഡിവൈഡഡ് ബൈ 100 എന്നും എഴുതാൻ പറ്റും. ഓക്കെ, ഇതെന്താണ്? നമ്മൾ ഡെസിമലിൻ്റെ എങ്ങനെ നമുക്ക് ഡെസിമലിനെ ഷിഫ്റ്റ് ചെയ്തിട്ട് ഡിനോമിനേറ്റർ ഇങ്ങനെ ആക്കാം. ഓക്കെ, ഡെസിമലിനെ നമ്മൾ എന്ത് ചെയ്തു? ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ എങ്ങനെ ഈ ഡിനോമിനേറ്റർ ഇങ്ങനെയായി? സിമ്പിളാണ്. നമ്മൾ ഡെസിമൽ ഷിഫ്റ്റ് ചെയ്യാൻ ഇതാ 2 ഡെസിമൽ അപ്പുറത്തോട്ട് പോകണമെങ്കിൽ നമ്മൾ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. എങ്കിലേ ഈ 2 ഡെസിമൽ അപ്പുറത്തേക്ക് പോവുള്ളൂ. നമ്മൾ എന്ത് പുതിയതായിട്ട് കൊണ്ടുവന്നാലും എന്ത് ചെയ്യണം? ആ പുതിയത് കൊണ്ട്, ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ ആ നമ്പർ കൊണ്ട് ഡിവൈഡും ചെയ്യണം. സോ നമ്മൾ 100 വെച്ച് മൾട്ടിപ്ലൈ മാത്രമല്ല ചെയ്യുന്നത്, 100 വെച്ച് ഡിവൈഡും കൂടെ ചെയ്തേ പറ്റുള്ളൂ. കാരണം നമുക്ക് പുതിയതായിട്ട് എന്ത് കൊണ്ടുവന്നാലും അതിൻ്റെ എഗെയിൻസ്റ്റ് ഓപ്പറേഷൻ കൂടെ ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 212/100 എന്ന് കിട്ടുന്നത്. ഓക്കെ, സോ ഡോണ്ട് വറി, വി വിൽ ഡിസ്കസ് മോർ അബൌട്ട് ദിസ് എക്സ്പാൻഷൻ ഇൻ ദ നെക്സ്റ്റ് സെഷൻ. താങ്ക് യു.